പലരും പലതും പലതും പറയും, പറയാത്തതു നാം എങ്ങനെ കേൾക്കും? കേൾക്കും കേൾക്കും കേൾക്കും. പലരും പലതും പലതും തിരയും, തിരയാത്തതു നാം എങ്ങനെ കാണും? പലരും പലതും പതിവായി അറിയും, അറിയാത്തതു നാം എങ്ങനെ പറയും? കണ്ടില്ല കേട്ടില്ല മിണ്ടില്ല ആരാരും. കണ്ടില്ല കേട്ടില്ല കേട്ടില്ല മിണ്ടില്ല ആരാരും. വല്ലതും അടിച്ചോ? ഈ ലോട്ടറി എന്ന് അവന്റെ ചകടത്തടിക്കുക വേണ്ട. 41 35 1000, 41 37 500, ഇത് 41 36. ഇതാ കിടക്കണം. അല്ല സാറേ, ഈ പോലീസുകാർക്കൊക്കെ ലോട്ടറി അടിച്ച് കാശേരായി കഴിഞ്ഞാലേ പോലീസിന്റെ ജോലി ചെയ്യാൻ വേറെ ആളെ കിട്ടും? അതെനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയുണ്ടല്ലോ, ഇത് വല്ലാത്തൊരവസ്ഥയാ. സാറേ, നമ്മളൊരു പ്രതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ ചെല്ലുമ്പോൾ അവനെ പിടിച്ചില്ല. അവസാനം പിടിച്ച് കൈയെത്താൻ പോകുമ്പോ അവൻ നമ്മുടെ വഴുതി അങ്ങോട്ട് പോകില്ലേ? അപ്പൊ നമ്മുടെ പോലീസുകാർക്ക് ഒരു മനോവിഷമം ഉണ്ടാവില്ലേ? ആ വിഷമം ഇപ്പൊ എന്റെ വിഷമം. ഇങ്ങനെ നിരാശപ്പെടല്ലേ. നോക്കിയോ, ഒരു ദിവസം വാസാറിന് ലോട്ടറി അടിച്ചിരിക്കും അല്ലേ? കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്, വളരെ നല്ല സുഖ. അതെ, ഡെയിലി വെളുപ്പിന് 1ാം സമ്മാനം അടിക്കണം ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഇന്നലെ കണ്ടു, ഇന്ന് കണ്ടു, നാളെ കാണുമോ ആവോ? വിഷമിക്കണ്ട, സ്വപ്നമല്ലേ, ചുമ്മാ അങ്ങോട്ട് കണ്ടോ. അതിന് പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ല. അല്ലേലും കാശ് മുടക്കുള്ള കാര്യങ്ങൾക്കൊന്നും സാറ് നിക്കാറില്ലല്ലോ. ഇരുന്നു. ഇന്നലെ കോടതിയിലേക്ക് ഒരു ഫയൽ അയക്കാൻ പറഞ്ഞ അയച്ചില്ലേ? അല്ല, അത് എന്താണ് ഈ തപ്പണത്? എന്റെ വാസ ബെസ്റ്റ്. എന്റെ വാസാറേ, ഈ ലോട്ടറി നോക്കി ഇന്ന് കഴിഞ്ഞാൽ ഫയലയക്കണം. അങ്ങനെയാണ് ജോലി ചെയ്യാനല്ല എല്ലാരും പറഞ്ഞത്. അല്ല സാറേ, ഇന്ന് അയക്കാം. ഇന്നല്ല, ഇപ്പൊ അയക്കണം. പിന്നെ ലോട്ടറി എടുക്കുന്നത് അത് കളയി സാറേ. അതങ്ങട് എന്താ ചെയ്യാ അവിടെ എടുക്കണത്? ഇങ്ങോട്ട് കയറിപ്പോരെ. ഇതെന്താണ് ചട്ടിയൊക്കെ ആയിട്ട്? ഇവിടെ ആരുടെ അടുത്താ പരാതി പറയേണ്ടത്? ഇവിടെ പറഞ്ഞോ, അത് കേൾക്കാനല്ലേ ഞങ്ങൾ എടുക്കുന്നത്. ഇതെന്താണെന്ന് നോക്കി. ഇതല്ല കുടംപുളി ഇട്ട് വെച്ചേക്കണം മീൻകറി അല്ലേ? ഇത് ചൂരയാണോ കേരയാണോ? കുടംപുളി ഇട്ട് വെച്ചേക്കണം. കൊടംപുളി ഇട്ട് വെച്ച ചൂര സൂപ്പറാ. നല്ല പുളിയുള്ള പച്ചമാങ്ങ ഇട്ട് വെച്ചാലും ചൂര സൂപ്പറാ.
അപ്പോ തേങ്ങ അരച്ച് വെച്ചാലോ? തേങ്ങ അരച്ചാലും സൂപ്പറാ. കപ്പ എങ്ങനെ പൊളിക്കും അല്ലേ സാറേ? ചേച്ചി പറ, എന്താ പ്രശ്നം? 1 കിലോ കേരയ്ക്ക് ഇപ്പൊ എന്താ വിലയെന്നറിയാമോ? കേരയ്ക്ക് ഇന്നലെ 380 ഞാൻ ഇന്നലെ വാങ്ങിച്ചത് 300 രൂപയ്ക്കാണല്ലോ. അതെങ്ങനെ ശരിയാവണേ? ഞാൻ മേടിച്ച 250 രൂപയാണല്ലോ. വീട്ടിൽ ഇന്നലെ അയിലായിരുന്നു. ആണോ? ആ, എന്താ വില? അളിയൻ കൊണ്ടുവന്ന വില അറിയാൻ പാടില്ല. ഷിഹാബേ, ചേച്ചി എന്താ പ്രശ്നം പറ. സാറേ, എൻ്റെ പേര് ത്രേസ്യാമ്മ. ഇത് ഞാൻ ഇന്നലെ നമ്മുടെ മീൻ വിൽക്കുന്ന എൽദോയുടെ കയ്യിൽ നിന്നും 240 രൂപ വെച്ച് മേടിച്ചതാണ്. മേടിച്ചപ്പോൾ ഒരു വശപ്പശക് പോലെ തോന്നി. വെട്ടിപ്പോൾ ഒരുമാതിരത്തെ നാറ്റമൊക്കെ. ഞാൻ വിചാരിച്ച എൻ്റെ മൂക്കിൻ്റെതായിരിക്കുമെന്ന്. പിന്നെ ഏതായാലും ഞങ്ങൾ വെട്ടി കറി വെച്ചു, ഞാനും മക്കളും ഒക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേണ്ട എൻ്റെ മകൻ്റെ കൊച്ചിന് തൂറ്റലും ഛർദിലും കൊണ്ടുപോയി ആശുപത്രി. ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് അറിയാവോ? ഭക്ഷ്യവിഷബാധയാണെന്ന്. വിഷമടിച്ച മീൻ കഴിച്ചത് കൊണ്ടാണെന്ന്. 240 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച മീനിന് ആശുപത്രി കൊടുത്ത എത്രയാണെന്ന് അറിയാവോ? 3500 രൂപ. വിഷമടിച്ച മീനാണ് സാറേ. സാറൊന്ന് കഴിച്ചു നോക്കി. എന്തടിച്ച മീനാണെന്ന് പറഞ്ഞത്? വിഷമടിച്ച്. എന്നിട്ട് ഞാനിത് കഴിച്ചിട്ട് വേണം ആശുപത്രി പോയി കിടക്കാനായിട്ട്. ഞാനിപ്പോ എന്താ വേണ്ടത്? കേസെടുക്കണം സാറേ. മീനിനെതിരെ കേസെടുക്കാനൊന്നും പറ്റില്ല. മീനെതിരെ അല്ല, മീൻ പറ്റ എൽദോയ്ക്കെതിരെ. അയ്യോ, അത് ശരിയാവത്തൊന്നുമില്ല. എന്താ ശരിയാവാത്തത്? അങ്ങനൊന്നും കേസെടുക്കാൻ പറ്റത്തില്ല അല്ലേ സാറേ? സാറേ, ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് കുറ്റകരമല്ലേ? അല്ലേ സാറേ? ഷിഹാബേ, വരാൻ പറ. എൽദോനോട് ഇവിടെ വരാൻ പറ. ശരി സാർ. ആ, സാറേ, എന്താടാ വരാൻ പറഞ്ഞായിരുന്നു സാറേ. ആര് പറഞ്ഞു? അല്ല, ഇവിടുന്ന് ഫോൺ വിളിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു. എന്താ നിന്റെ പേര്? എൽദോ. എൽദോ. എന്താ നിന്റെ ജോലി? മീൻ കച്ചവടമാണ് സാറേ. വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അകത്തോട്ട് ചെല്ല്. സാറ് വിളിപ്പിച്ചത്. ചെല്ല്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ഒരു പ്രശ്നമില്ല. നിന്നെ വേറെ കാണാൻ വേണ്ടി വിളിച്ചാടാ. കാണാൻ വിളിച്ചാണോ? കാണാൻ വിളിച്ചാ. ചെല്ല്. കുഴപ്പമൊന്നുമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. ചെല്ല്. എന്താടാ? എന്തേ? CSR കാണാൻ വേണ്ടി. എന്തിന്? CSR വിളിച്ചായിരുന്നു. അതൊന്നും. എന്താ നിന്റെ പേര്? എൽദോ. എന്തോന്നാ? എന്തോ അല്ലേ എൽദോ. തന്റെ ജോലി എന്താ? ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. അവിടെ പറഞ്ഞ വേണ്ടി ഇവിടെ പറഞ്ഞ കുഴപ്പമുണ്ടോ? മീൻ കച്ചവടം. എൽദോ മീൻ കച്ചവടം. സാറേ, നമ്മുടെ എൽദോ മീൻ കച്ചവടം. എൽദോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ആ, അവിടെ അവിടെ ചേച്ചി എന്താ ഇവിടെ? ചേച്ചി, ഞാൻ എൽദോണ്. ചേച്ചി എന്താ ഇവിടെ? എന്താണ്? ഒന്നുമില്ല, ഒരു കേസിന്റെ കാര്യത്തിന് വന്നാ. ആ, എന്നെ CSR വിളിച്ചായിരുന്നേ, ഒരു പേഴ്സണൽ കാര്യം പറയാൻ വേണ്ടി. ചെല്ലട്ടെ? എന്താ ചേച്ചി? ഒന്നുമില്ല. സാറേ, വാ. സാറ് വരാൻ പറഞ്ഞായിരുന്നു സാർ. ഏതാണ്? ഞാൻ എൽദോ മീൻ കച്ചവടത്തിനും. ആ, എൽദോ, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. നിന്നെ ഞാനിപ്പോ എവിടെ ഇരുത്തണതൊന്ന്? അല്ല, ഇരിക്കണ്ട സാറേ, ഞാൻ ഇന്നോളാം സാറേ. അല്ല, നീ ഇരിക്കണം. നിന്നെയൊക്കെ ഇരുത്തേണ്ട സൈസാണ് നീയൊക്കെ. അല്ല സാറേ, വരാൻ പറഞ്ഞത് എന്താണ്? എന്താ നിന്റെ പരിപാടി? ഞാൻ മീൻ കച്ചവടമാണ്. മീൻ വല്ലതും വേണം സാറിന്? ആ, ഇനി നിന്റെ മീനും കിടന്നാടാ. എന്നിട്ട് എന്നെ കൊണ്ട് ആശുപത്രി കൊണ്ടിട്ട്. എന്താ സാറേ അങ്ങനെ പറഞ്ഞു സാറേ? നീ ഏത് സൈസ് മീനൊക്കെ ഇടവിക്കണത്? ഞാൻ കൊഴുവ, ഇല, ചാള, വറ്റ, മാന്തള്, ഞണ്ട്, കരിമീൻ. അതൊക്കെ എല്ലാ മീൻകാരും വിൽക്കണാണ്. അതല്ല ഞാൻ ചോദിച്ചത്. നീ വിഷം അടിച്ച മീൻ വിൽക്കാറുണ്ടോടാ? വിഷം അടിച്ച മീനാ? ഞാനാ? സാറേ, സാറിനോട് ആരാണ് സാറേ കള്ളൊക്കെ വിളിച്ച് പറഞ്ഞത്? എൻ്റെ ഫ്രഷ് മീൻ മാത്രമേ ഉള്ളൂ സാറേ. ഫ്രഷ് മീൻ? നിന്റെ മീൻ ചത്താലും ഫ്രഷ് ആണെന്നാടാ നാട്ടുകാർ മൊത്തം പറയണത്. സാറേ, ഇപ്പൊ എന്താ സാറേ പ്രശ്നം? എന്താ സാറേ? ആ, നിനക്കെതിരെ പരാതി കിട്ടിയിട്ടുണ്ട് ഇവിടെ. അതാ നിന്റെ ഞാൻ വിളിപ്പിച്ചത്. എനിക്കെതിരെ പരാതിയാ? ആ. ആര് തന്നു? നീ ഒരു ത്രേസ്യാമ്മനെ അറിയോ? ത്രേസ്യാമ്മ എന്ന് പറയുമ്പോ പുറത്തിനൊക്കെ ത്രേസ്യാമ്മ ചേച്ചിയാണ്. ആ, അത് തന്നെ.
ത്രേസ്യാമ്മ ചേച്ചി എനിക്കേറെ പരാതി തരൂലല്ലോ. പിന്നെ കല്യാണം കൂടാനാടാ അവര് പുറത്തു നിൽക്കണത്. സാറേ എന്താണ് സാറേ പരാതി? എന്താണ് സാറേ പരാതി? എന്താണെന്ന് എടാ, നിന്റെ മീൻ കഴിച്ചിട്ടേ അവരുടെ പേരക്കുട്ടി ഹോസ്പിറ്റലിലായി. ആ അല്ല സാറേ, അങ്ങനെ ഒരു പരാതി വരില്ല സാറേ. എൻ്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ടല്ല സാറേ മീൻ മേടിക്കണവര്. നീ വർത്താനൊന്നും പറയണ്ട, നീ ഒരു കാര്യം ചെയ്യ്, പുറത്തിറങ്ങി നിൽക്കുക, ഞാൻ വിളിക്കാൻ തന്നെയാണ്. അല്ല സാറേ, ഞാൻ പറഞ്ഞത് ചെല്ലടാ ചെല്ലടാ ചെല്ലടാ. സാറേ എൻ്റെ ഞാൻ വിളിക്കാടെ, എനിക്ക് കുറച്ച് പണിയണ്ടടാ. വീടിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒന്നും കൊടുത്തില്ലേ? ഹലോ, ആ മിനിക്കുട്ടി പറ. അതിപ്പോൾ എവിടെ നിൽക്കണം നിങ്ങൾ? പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ. അവിടുന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വാട്ടർ ടാങ്ക് കണ്ട? ആ വാട്ടർ ടാങ്കിൻ്റെ അവിടുന്ന് നമ്മൾ നേരെ റൈറ്റിലേക്ക് പോവുക. റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്, അത് തന്നെ. ആ വഴിയെ പോകുമ്പോൾ രണ്ടാമത്തെ വീടാണ്, ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ചു. ശരി ശരി ശരി, ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ. സാറേ, നല്ല ആൾക്കാരാണ് പാസ്പോർട്ട് എൻക്വയറിക്ക് വേണ്ടി വിട്ടേക്കണം സാറ്. സത്യഭാമേനെ മിനിക്കുട്ടീനെ വഴിയേറിയാതെ അവിടെ കിടന്ന് പമ്പരം കറങ്ങണ പോലെ കറങ്ങിയാണ്. അവരെ വിളിച്ചപ്പോ അതൊക്കെ അവർ കണ്ടുപിടിച്ചോളൂ. അല്ല, കണ്ടുപിടിച്ചോളൂ. ചേച്ചി എന്തു പണി ചേച്ചി കാണിച്ചത്? ചേച്ചി നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തീർത്താ പോരെ? ഇവിടെ ഒന്ന് കംപ്ലൈന്റ് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചേച്ചി? പറ, എന്താ ചേച്ചി പ്രശ്നം? എന്താണ്? ഒരു പ്രശ്നമില്ലേ? എന്താ? നിന്റെ ആ പുഴുത്ത മീൻ തിന്നിട്ടേ എന്റെ കുഞ്ഞ് ആശുപത്രിയിലേ, അറിയാവോ? ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ചേച്ചി. ആ പരാതി ഒന്ന് പിൻവലിക്കുക ചേച്ചി. പിൻവലിക്കത്തില്ല ചേച്ചി. എന്റെ മീൻ പുറത്ത് കിടന്ന് ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെയ്യട്ടെ, ചീഞ്ഞ് അവിടെ കിടന്ന് മാറട്ടെ. ഇനി നീ ഇതുപോലുള്ള മീനും കൊണ്ട് ആരുടെ അടുത്ത് പോകരുത്. ചേച്ചി ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താണ്? ഒരു പ്രശ്നമില്ലേ? എന്താ? എടാ, നിന്റെ ആ പുഴുത്ത മീൻ നിന്നിട്ടേ എന്റെ കുഞ്ഞ് ആശുപത്രിയിലായിരുന്നു. എനിക്ക് ചെലവായത് എത്രയാ തരുമോ? 3500 രൂപ. അതല്ലേ പ്രശ്നം? ചേച്ചിക്ക് 3500 രൂപ ചെലവായി. ഞാൻ ഒരു 5000 തരാം. ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റും? സാറേ ഒന്നുമില്ല സാറേ. പിന്നെ എന്താണ് അതിന്റെ പ്രശ്നം? ഒന്നുമില്ല സാറേ. ഒന്നുമില്ല. എന്താ ചേച്ചി പ്രശ്നം? കേസ് പിൻവലിക്കാൻ വേണ്ടിട്ടേ ഇവൻ എനിക്ക് 5000 രൂപ കൈക്കൂലി തരാമെന്ന്. ആണോടാ? പോലീസ് സ്റ്റേഷനിലാണ് നീ കൈക്കൂലി കൊടുക്കണം? അയ്യോ സാറേ, കൈക്കൂലില്ല സാറേ. പിന്നെ ഈ ചേച്ചിയുടെ പേരക്കുട്ടി ഹോസ്പിറ്റലായിരുന്നല്ലോ, അപ്പൊ ഹോസ്പിറ്റൽ ചെലവ് ഒരു 5000 കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു സാറേ. അങ്ങനെ തന്നെയാണോ അവൻ പറഞ്ഞേ? കൈക്കൂലി തരാമെന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തോന്നലല്ല സാർ, ഒരു 5000 കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു സാറേ. ആശുപത്രിയിൽ 3500 രൂപ ചെലവാണ്. പിന്നെ എന്താണ് നീ 5000 രൂപ കൊടുക്കണത്? 1500 രൂപ എന്താ പ്രോത്സാഹന സമ്മാനം? 1500 പ്രോത്സാഹനമല്ല, നമ്മൾ കൊടുക്കണല്ലോ. അല്ല, 1500 നമ്മുടെ മര്യാദ അനുസരിച്ച് 1500 കൊടുക്കണല്ലോ സാറേ. സാറേ, ഇവന്റെ മീൻ മുറ്റത്ത് കിടന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് പിൻവലിക്ക് 5000 രൂപ തരാമെന്ന് എന്നോട് പറഞ്ഞു. കേസ് പിൻവലിപ്പിച്ച് തരാം. നീ സ്റ്റേഷനിൽ കിടന്ന് അലമ്പുണ്ടാക്കാനാടാ? ഞാനല്ല സാറേ. പിന്നെ നിന്റെ സൗണ്ടാണല്ലോ അകത്ത് കിടന്നത്. കൈക്കൂലിയുടെ കാര്യം പറഞ്ഞാണ് സാറേ. ഇവർക്ക് കൈക്കൂലി കൊടുക്കാന്ന് പറഞ്ഞു സാറേ. ഓ, അപ്പൊ നീ കൈക്കൂലി കൊടുത്ത് കേസ് ഒതുക്കി തീർക്കാനുള്ള പരിപാടിയാണ് അല്ലടാ? സാറ് സാറിന് എന്താണ് സാറേ പറയണേ? നീ മിണ്ടരുത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. എടാ, നാട് മുഴുവൻ വിഷമുള്ള മീൻ വിറ്റ് നടന്നിട്ട് ആ കേസ് നീ കൈക്കൂലി കൊടുത്ത് ഒതുക്കാൻ നടക്കണോടാ? ഞാനൊരു പാവമാണ് സാറേ. അയ്യോ, ഒന്നും അറിയാത്ത ഒരു പാവം. എടാ, ഈ നാട്ടുകാരെ മുഴുവൻ വിഷമുള്ള മീൻ തിരിച്ചിട്ട് വന്നു ന്യായം പറയുന്നോടാ? സാറന്മാരത് ഞാൻ വീട്ടിൽ വളർത്തുന്ന മീനല്ല. പിന്നെ ഞാനത് ഹാർബറിൽ നിന്ന് എടുക്കണാണ്. ഈ ഹാർബറിൽ നിന്ന് കിട്ടുന്ന മീനാണ് ഞാൻ ഈ കൊണ്ടുവന്ന് വിൽക്കണത്. അപ്പൊ ഇതിനകത്ത് മായം ഉണ്ടോ വിഷമുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല സാറേ. അത് മാത്രമല്ല, ഈ മായം കലക്കാനുള്ള വരുമാനം എനിക്കില്ല സാറേ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാർബറിലെ രാജപ്പനോട് ചോദിച്ചാൽ മതി. ഹാർബറിത്തെ രാജപ്പച്ചേന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ മീൻ ഹോൾസെയിലായിട്ട് എടുക്കാറുള്ളത്. ഹാർബറിലെ രാജപ്പനല്ലേ? അവനങ്ങ് വിളി. ശരി സാർ. സാറേ, സാറ് കുറേ നേരം ഉണ്ടല്ലോ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്. സാർ കാര്യം എന്താണെന്ന് പറയും. എനിക്ക് അവിടെ പോയിട്ട് മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ.
ആ നീ ധൃതി പിടിക്കണടാ രായപ്പാ. എന്റെ പൊന്നു സാറ് തിരക്കണ്ടത് എനിക്ക് മാർക്കറ്റിൽ ചെല്ലണോന്ന്. കണ്ട ധൃതി കണ്ട. എടാ 1-2 ചോദ്യം ചോദിച്ചിട്ട് നിന്നെ അങ്ങോട്ട് വിട്ടേക്കാ. പിന്നെ സാറ് ചോദിക്ക്. രായപ്പാ, നീ എവിടെ നിന്നാണ് ഈ മീനിനെ കൊണ്ടുവരുന്നത്? ഇത് നല്ല ചോദ്യം. കടലിൽ നല്ലാതെ എവിടെ നിന്നാണ്? കടലിൽ മാത്രമല്ല പുഴയിലും മീൻ കിട്ടും. എന്റെ പൊന്നു ചേച്ചി, ഞങ്ങള് കടലിലെ മീനാണ് കച്ചവടം നടത്തുന്നത്. അല്ല ഈ കടലിലെ മീനെ നീ എങ്ങനെയാ കരയിലേക്ക് കൊണ്ടുവരുന്നത്? ഇതെന്തൊരു ചോദ്യമാണ് സാറേ. ബോട്ടിലല്ലാതെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഓ, ബോട്ടിലാണ്. ആ നിനക്ക് എത്ര ബോട്ടുണ്ടാ? 4 ഉണ്ട് സാറേ. ആ സാറേ, ഇവന് സമ്മതിക്കണോട്ടാ. 5 ബോട്ടിൽ മീൻ പിടിച്ചിട്ടാണ് ഇവൻ ജില്ല മൊത്തമുള്ള നാട്ടുകാർക്ക് മീൻ സപ്ലൈ ചെയ്യണത്. നീ ഭയങ്കര സംഭവമുള്ളടാ രായപ്പാ. അല്ല രായപ്പാ, നീ മീനിനെ ഇവിടുന്ന് കുളിപ്പിച്ചെടുക്കണേ? കുളിപ്പിച്ചെടുക്കണ? ആ സാറ് എന്ത് കുളിപ്പിച്ചെടുക്കണെന്നാണ് ഈ പറയണത്? ഞാൻ ഈ മരുന്നിൽ കുളിപ്പിച്ചെടുക്കുന്ന കാര്യം നിന്നോട് പറഞ്ഞേ. എന്തു മരുന്ന്? സാർ എന്തൊക്കെയാണ് ഈ പറയണത്? സാറേ, എടാ അമോണിയ, ഫോർമാലിൻ, ബാക്കി മരുന്നുകളുടെ പേര് നീ പറടാ. എന്റെ പൊന്ന് സാറേ, അങ്ങനെ ഒന്നും ഇല്ല. ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കണതല്ലേ ഇത്? ആര്? നാട്ടുകാരല്ലാതെ. ആ, ഇപ്പൊ നാട്ടുകാർക്കായി കൂട്ടാം. എടാ രായപ്പാ, സത്യം പറ, എവിടെ വെച്ചാണ് നീ മീന് വിഷം അടിക്കുന്നത്? എന്റെ പൊന്ന് സാറേ, സാർ എന്താണ് ഈ പറയണത്? ഞങ്ങൾ മീനും വിഷമൊന്നും കലക്കാറില്ല സാറേ. നീ ഉരുണ്ട് കളിക്കല്ലേ. ഞങ്ങൾക്ക് ഏതാണ്ട് സംഭവങ്ങളൊക്കെ അറിയാം. ബാക്കിയുള്ളത് നീ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്റെ പൊന്ന് സാറേ, സാറിന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളോട് ചോദിക്കണത്? ഞങ്ങൾ എന്തായാലും മീനിന് വിഷം കലക്കാറില്ല. എന്തായാലും നീ ഒന്ന് പറയടാ, ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം സാറിന്. അതായത് സാറേ, നമ്മുടെ മാർക്കറ്റിൽ ചിലപ്പോൾ മീൻ തികയണമെന്നില്ല. അങ്ങനെ തികയാണ്ട് വരുമ്പോൾ മംഗലാപുരം മാർക്കറ്റിൽ നിന്ന് മീൻ ബോട്ടിൽ കടലിൽ പുറംകടലിൽ വരും. ആ പുറംകടലിൽ വരുന്ന മീൻ നമ്മുടെ ബോട്ടുകാർ പോയിട്ട് പുറംകടലിൽ വെച്ച് തന്നെ കച്ചവടമാക്കിയിട്ട് നമ്മുടെ തരയിൽ കൊണ്ടൊന്ന് കച്ചവടം നടത്തും. പക്ഷെ ഒരു കാര്യമാണ് സാറേ, മംഗലാപുരത്ത് മീനുണ്ടല്ലോ, 1 മാസക്കാലം വരെ ഒരു കേടും കൂടാതെ ഇരുന്നോളൂ. അവരെന്താണ് ചേർക്കണേന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. രായപ്പാ, ഇത് തെറ്റല്ലേ ചെയ്യുന്നത്? തെറ്റായിരിക്കും സാറേ, തെറ്റായിരിക്കുമെന്നേ. പക്ഷെ ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഈ തെറ്റ് തിരുത്താൻ പറ്റും. സാറ് പറ. ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇവനൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ തെറ്റൊന്നും തിരുത്താൻ പറ്റൂല. പക്ഷെ ഇവനെ ഒരാളെ പിടിച്ച് അകത്തിട്ടാൽ ആ തെറ്റ് തിരുത്താൻ നമുക്ക് പറ്റുമെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. പിടിച്ചകത്തിടണോനാ. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട.